റോഡ് സൈഡിൽ തന്നെ പുളിമരങ്ങൾ നിറയെ ഉണ്ട് കേട്ടാ. വേണ്ട പുളിങ്ങാക നല്ല പച്ച പുളി അങ്ങനെ. ബാങ്കിലോട്ട് പോകാൻ കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പം അങ്ങനെ ബാങ്കിൽ പോയി കുറച്ച് അങ്ങനെ ബാങ്കിൽ കുറേ നേരം കുത്തിരുന്ന് അങ്ങനെ എല്ലാം ശരിയാക്കി എടുത്തിട്ടുണ്ട്. ബാങ്കിൻ്റെ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ശരിയാക്കി ഞങ്ങൾ നേരെ പോയി ബീഫ് വാങ്ങിയിട്ടോ. അടിപൊളി ബീഫ് ഇവിടെ വന്നാലേ കിട്ടുക. ആ ഒരു കട അടച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു കട ഉണ്ടായിരുന്നു. അതിലോട്ട് കയറി നല്ല പീസ് ബീഫ് വാങ്ങി അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ വീട്ടിലോട്ട്. അവിടെ പറ്റി ഞങ്ങൾ വെള്ളിയാഴ്ചയാണ് കേട്ടോ. വെള്ളിയാഴ്ച കാരണം ഞാൻ മേലെ വെച്ചൊക്കെ ക്യാമറ താഴ്ത്തി വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ താഴ്ത്തി വെച്ച് ഇതും കൂടി കിട്ടത്തില്ല. അത് കാരണമാണ് മേലെ ക്യാമറ വെച്ച് മേലോട്ട് നോക്കിയിട്ട് നിങ്ങളോട് സംസാരിക്കണം കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ആയിട്ട് ബിരിയാണി വെക്കണം കേട്ടോ. ബിരിയാണി പിന്നെ എന്തുണ്ട് നിങ്ങളൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഞാൻ ബിരിയാണി വെക്കണേന്ന് എങ്ങനെയാ അറിയണ്ടേ? ബിരിയാണിക്കുള്ള വെള്ളം തിളക്കുന്നുണ്ട് കേട്ടോ. ചെറുനാരങ്ങ നീരാണ് കേട്ടോ. തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ബാക്കിയാണ് തക്കാളി കേട്ടോ. ഈ തക്കാളി ഞാൻ കേൾക്കാറ്. ഈ തക്കാളി ഇതുപോലെ ചോറ് നല്ല വേണ്ടിയ ശേഷം നമുക്ക് മസാലയ്ക്ക് ജോലി ചെയ്യണം. ഞാൻ ചെയ്യാം. ഗരം മസാല കേട്ടോ. ഗരം മസാല ഒരു 1.5 ടീസ്പൂൺ. ബിരിയാണി മസാല കേട്ടോ. ഒരു ആവശ്യത്തിന് നമുക്ക് തോന്നൂലേ കുറച്ച്. പക്ഷെ മുളകും പൊടി മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഈ സംഭവിച്ച് വീട്ടിലുണ്ട് കേട്ടോ. അത് കാരണം അതില്ല കേട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി. തിരക്ക് പിടിച്ച പണിയിൽ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. മാറിപ്പോവും. മല്ലിച്ചപ്പ്, പുതിന, നാരങ്ങ നീരിട്ടാ, തൈര കുറച്ചിട്ട നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടാ. ഇനി നമുക്ക് ചട്ടി മാറ്റാട്ടാ. ദമ്മിടാൻ പോകണേ. ഞാൻ എന്നിട്ട് ബിരിയാണി എല്ലാം വെക്കാറ് ഞാനിതാ അതിൽ കൊട്ടിട്ടുണ്ട് കേട്ടാ. കുക്കറിൽ വേവിച്ച് വെച്ച ഇറച്ചി ബീഫ് എല്ലാം കറക്റ്റാണ് കേട്ടോ. അപ്പൊ നമുക്ക് ദമ്മിട്ടാലോ. ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഒന്ന് തിളച്ച് വന്നതും ഈ ചോറിനെ തിളച്ച് വന്നില്ലേ. അപ്പൊ നമുക്ക് ഇതിലോട്ട് കൊട്ടാട്ടോ. ബിരിയാണി ആയാലും എന്തായാലും
വെക്കാൻ അറിയുന്നവർക്ക് ഈസിയാണ്. എനിക്ക് വാർത്തിട്ടൊക്കെ വെക്കണ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. പിന്നെ ഞാൻ ദമ്മ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വറ്റിച്ചിട്ട് വറുക്കാൻ തുടങ്ങി, വറ്റിച്ചിട്ട് ബിരിയാണി വെക്കാൻ തുടങ്ങി കേട്ടോ. കുറച്ച് ഗരം മസാല കേട്ടോ. ഗരം മസാല ഇട്ടാൽ നല്ല മണാക്കാൻ. കുറച്ച് ബിരിയാണി മസാല കേട്ടോ. കുറച്ച് നെയ്യ് വേണമെങ്കിൽ കഴിച്ചോട്ടെ. കുറച്ച് ഇങ്ങനെ വെച്ചിട്ട് പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി അങ്ങോട്ട് സെറ്റ് ആവും കേട്ടോ. ഓ ഇത്രയും പുളി കണ്ടിട്ടാ, അടിപൊളി പുളിങ്ങയാണ് കേട്ടോ. അത് റോഡ് സൈഡില് അടിപൊളി പുളിങ്ങാന്ന് പറഞ്ഞാൽ അടിപൊളി പുളിങ്ങയാണ് കേട്ടോ. പച്ചപ്പുളി തിന്നാൻ ഒത്തിരി ആഗ്രഹമുള്ള ഒത്തിരി പേരുണ്ടാകും കേട്ടോ. ഇതും കൂടി ചമ്മന്തി അടിച്ച് കൂട്ടാൻ അതിലേറെ. അപ്പൊ നമ്മള് ബിരിയാണിയുടെ അത് ഓഫാക്കിട്ടാ, കാരണം അത് കരിഞ്ഞാലോ. അങ്ങനെ ഈ പുളിയും കൊണ്ട് ഈ പുളിനെ നാളെ ഞാൻ ചമ്മന്തി അരക്കുന്ന വീഡിയോ ഇൻഷാല്ലാ. അങ്ങനെ ഈ പുളിയിലെ ചെറിയ അധികം മൂത്തിട്ടൊന്നുമില്ല കേട്ടോ. ചെളുമ്പ് പുളിയാണ്, വാളം പുളിങ്ങാണ് കേട്ടോ. നല്ല വലിപ്പത്തില് ഇങ്ങനെ വാളം പുളി കണ്ട ആരെങ്കിലും പൊട്ടിക്കാതിരിക്കും. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. റോഡ് സൈഡിൽ കൂടി പോണ അത്രയും ചോട്ടി കൂടി ഇങ്ങനെ പുളി ഇങ്ങനെ കിടക്കണം. ആരും ഇവിടെ പച്ചപ്പുളി കഴിക്കില്ല എന്ന് തോന്നുന്നു, പഴുത്താലും അവൾ എടുക്കാന്ന് തോന്നുന്നേ. ചമ്മന്തി അരക്കില്ലെന്ന് ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു കേട്ടോ. നമ്മളുണ്ടാ വേഗം ഇക്ക വണ്ടി നിർത്തി. നമുക്ക് ഒരാ എപ്പോ ഇങ്ങനെ റോട്ടിൽ കൂടി പോകുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ പറയും അടൊക്കെ പുളി പുളി പുളി. ഇന്ന് ഇക്കാനോട് തന്നെ ഇക്ക ഞങ്ങൾ വണ്ടി നിർത്തിക്കാണ്. ഇക്ക വലിയ താല്പര്യമൊന്നും കാണിക്കൂല കേട്ടോ. ഞാൻ വണ്ടീനെ പിടിച്ച് നിർത്തിച്ച് അങ്ങനെ അതുമൊന്ന് പുളിൻ്റെ അത് കൊമ്പ് ഇങ്ങനെ വലിച്ചിട്ട് എടുത്തു. അതാണ് ഈസി ആയിട്ട് എടുക്കട്ടോ. അപ്പൊ അടിപൊളി പുളി. ഇനി ഈ പുളിയും കൊണ്ട് ഒരു മാസം കൊണ്ട് ചമ്മന്തി അരച്ചരച്ച് അടിപൊളി ടേസ്റ്റ് അല്ലേ. പുളി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സംഭവം പുളി പച്ചപ്പുളിയും കൊണ്ട് അരിമുളകും പച്ചപ്പുളിയും പിന്നെ ഉണക്കമീനും ഇട്ടിട്ടൊരു ചമ്മന്തി ഇല്ല. ഇൻഷാ അള്ളാ ചെമ്മീൻ കൊണ്ടിട്ട് എന്നിട്ട് വേണം ഈ പുളിയും കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാൻ. അടിപൊളി പുളി അങ്ങനെ കിട്ടി. ചെളുമ്പാണ്, ചെളുമ്പെന്ന് പറഞ്ഞാൽ ചെളുമ്പാണ് കേട്ടോ. പുളി അരിനെല്ലിക്കാതെ ഇതിനൊന്നും ഇവിടുത്തെ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഇല്ല, എന്താന്നറിയില്ല. ഏതായാലും എനിക്ക് ഏതാ ഇൻട്രസ്റ്റ് ഉണ്ട്. ഒരു കിറ്റ് പുളി കേട്ടാ, അടിപൊളി പുളി. ഇതുകൊണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കാം, അതേമാതിരി ഇതൊരു ചമ്മന്തി ഉണ്ടാക്കാൻ കുറെ ഉപയോഗം ഉണ്ട് കേട്ടോ. പച്ചപ്പുളിയും കൊണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് അത് അറിയില്ല എന്ന് തോന്നുന്നേ. ഇതും കൊണ്ട് ഒരു പുളിഞ്ചാറുണ്ട് വെക്കാൻ അടിപൊളി. കഞ്ഞിൻ്റെ വെള്ളത്തിൽ ഈ പുളി പച്ചപ്പുളി ഇട്ടിട്ട് വേവിച്ചിട്ട് പുളിഞ്ചാറ് വെക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കട്ടെ. ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ട് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അങ്ങനെതാ ചോറ് സെറ്റായി വന്നിട്ടുണ്ട്. മേലോടെ സ്വത്തൂന് അങ്ങോട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കണം കേട്ടോ. പിന്നെ അങ്ങോട്ട് ഒന്നിച്ചിട്ടൊരു ഇളക്കലല്ലേ. അപ്പോൾ ഈ ബിരിയാണി കഴിക്കട്ടെ. എങ്ങനെയുണ്ട് ടേസ്റ്റ്? എന്താ മണം,
വളരെ ടേസ്റ്റി ആയിട്ടുള്ള മണമാണ് കേട്ടോ. നല്ല ചൂടുണ്ട്. ഫാൻ ഇട്ടോ നോക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എന്താ സ്പെഷ്യൽ? ഞാനൊരു മിനിറ്റ് കഴിക്കട്ടെ കേട്ടോ. ബിരിയാണി കഴിക്കുമ്പോൾ വല്ലാത്ത വൈബാണല്ലേ. ബീഫ് ബിരിയാണിയാണ് കേട്ടോ. അല്ലേ അവിടെ പോയിരുന്നു ശരിക്കും കഴിക്കട്ടെ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഒക്കെ അടിക്കുക. വീഡിയോ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. ടാറ്റാ.